ഫ്രണ്ട്സ്, നമ്മൾ ഈ ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ എൻ്റെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ക്രോസ് പീസ് ഞാനിതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോ ഒത്തിരി ലെങ്ത് ആകുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ക്രോസ് പീസ് എൻ്റെ നല്ല വശവും കൂടെ വെച്ച്, ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ നെക്കിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ പീസ് കൊണ്ട് തയ്ച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മറിച്ചിടുന്നതിന് മുമ്പേ ഈ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് കൊള്ളാവാത്ത വിധത്തിൽ നമുക്ക് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. എങ്കിൽ ഈ നെക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ. സ്റ്റിച്ച് കൊള്ളരുത്. സ്റ്റിച്ച് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് മുറിഞ്ഞു പോകും, പിന്നെ നമുക്ക് ആകെ പാടാവും. ഇനി നമുക്കിത് മറിച്ച് ഇട്ട് ഇങ്ങനെ മടക്കി ഒരു പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതിന് ഇച്ചിരി വീതിയുണ്ട്, അതുകൊണ്ട് ഈ ക്രോസ് പീസിന് വീതി ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ മടക്കാം. മടക്കി നമുക്കിത് ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് വലിച്ചു പിടിച്ച് തയ്ക്കരുത്, വളരെ പതുക്കെ വലിച്ചു പിടിക്കാതെ വേണം തയ്ച്ചെടുക്കാൻ, അല്ലെങ്കിൽ നെക്ക് വലിഞ്ഞു പോകും വലിച്ചു പിടിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെ ഞാൻ ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വട്ടക്കഴുത്തായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതും ഇതുപോലെ ഞാനൊരു ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് അടിച്ച് മറിച്ചെടുക്കാം. നമുക്ക് ഇനി ഈ ക്രോസ് പീസ് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്കിത് ഇങ്ങനെ അടിച്ച് മറിച്ച് എടുക്കാം. ഇത് ഞാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ക്രോസ് പീസ് ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് അടിക്കാം. അത് കാണിച്ചു തരാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കാണിക്കാവും. അറിയാൻ മേലാത്ത കൂട്ടുകാർക്കാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് നേരത്തെ പോലെ തന്നെ ഞാൻ കട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും തമ്മിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് അപ്പം അത് ജോയിൻ ചെയ്യുമ്പം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല സൈഡ് അകത്ത് വരത്തക്ക വിധം വേണം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡിൻ്റെയും ഇത് മറിച്ച് തയ്ച്ചിട്ടില്ല, കാരണം ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് ബാക്ക് നെക്ക് മറിച്ച് തയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. ഇത് ആദ്യം ഇങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വെക്കുക. ബാക്ക് നെക്ക് ബാക്കിൽ വെക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്ത് നെക്ക് അങ്ങ് നമുക്ക് മറിച്ചടിക്കാം. വളരെ എളുപ്പമാണ്. കണ്ടല്ലോ, 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നെക്ക് ജോയിൻ ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അറിയുന്നില്ല. ഇനി ഈ മറ്റേ സൈഡിൽ, അതായത് അടുത്ത സൈഡിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ബാക്ക് നെക്ക് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്തൊരു സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ബാക്ക് പീസും, അതായത് ഷോൾഡർ രണ്ടും ബാക്കിലും ഫ്രണ്ടിലും ഷോൾഡർ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ടല്ലോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതും അതെ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിലെ പീസ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് മറിച്ചങ്ങ് അടിക്കാം. ഓക്കെ, കണ്ടല്ലോ, ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ആ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് അടിക്കാം. ഉണ്ടല്ലോ, ബാക്കിലെ പീസ് നല്ലവണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടി ഞാനിവിടെ 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മാറി, അതായത് നമ്മൾ ഇത് ഒന്ന് മടക്കി അടിക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറയും. അതുകൊണ്ട് ഞാൻ
ഒരു 2 ഇഞ്ചിൽ ഒരു പീസ് തുണി, 2 സ്ലീവിനും വേണ്ടി ഓരോ പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഞാൻ ഇത് സ്ലീവിൻ്റെ അടിയിൽ ആ 2 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഈ പീസ് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അത് നമുക്ക് ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കുക. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഒന്നും കൂടെ മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ എടുക്കുക ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് ആക്കി ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് അത് അടിച്ചെടുക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ആദ്യം ഈ ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ഈ സ്ലീവിൻ്റെ മിഡിൽ ഭാഗം വെച്ചിട്ട് ഇത് താഴോട്ട് തയ്ക്കുക. ഓക്കെ, കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഈ ബാക്കിലും കറക്റ്റ്, ഫ്രണ്ടിലും കറക്റ്റ്. നമ്മൾ കറക്റ്റായിട്ടത് മെഷർമെൻ്റ് എടുത്ത് മുറിക്കുന്ന കാരണം വ്യത്യാസം വരില്ല. അപ്പോൾ എന്നാലും നമ്മളതൊന്ന് ചെക്ക് ചെയ്തിട്ട് തയ്ക്കുക. കറക്റ്റായിട്ട് താഴെയും മുകളിലും കറക്റ്റായിട്ട്. ഇത് അറിയാൻ മേലാത്തവർക്കാണ് പറയുന്നത്, ഞാനതൊന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ സ്ലീവ്സ് രണ്ടും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. 2 സ്ലീവ്സും യോജിപ്പിച്ച് കഴുത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും നമുക്ക് അടിച്ച് താഴെ ഭാഗം അടിച്ച് നമുക്ക് എടുക്കാം.